പശ്ചിമ ബംഗാളിന്റെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. വി വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, അങ്ങനെ പശ്ചിമ ബംഗാളിന്റെ അധികാരി ഏറ്റെടുക്കുകയാണ്. എപ്പോഴാണ് സത്യപ്രതിജ്ഞ? ആരൊക്കെയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്താൻ പോകുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ? എൽദോ, ചരിത്രത്തിൽ ആദ്യമായാണ് പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് രാവിലെ 10 മണിക്ക് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തും. രാജ്യത്ത് തന്നെ 17ാമത്തെ ബി.ജെ.പി. സർക്കാരിലുള്ള NDA ഭരണത്തിലുള്ള മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് സുവേന്ദു അധികാരി ഈ അധികാരമേൽക്കുന്നത്. റൈറ്റേഴ്സ് ബിൽഡിംഗ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസ്. നേരത്തെ മമതാ ബാനർജി ഉപയോഗിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് ആയിരിക്കില്ല, മറ്റൊരു ഓഫീസിലായിരിക്കും സുവേന്ദുവിൻ്റെ പ്രവർത്തനം നടക്കുക. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ബി.ജെ.പി. വലിയ നേട്ടമായി തന്നെയാണ് ഈ വിജയത്തെ ഉയർത്തിക്കാട്ടുന്നത്. 294 അംഗ നിയമസഭയിൽ 209 സീറ്റുകൾ നേടിയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ബി.ജെ.പി. അധികാരത്തിലെത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. RG-കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് രത്ന ദേബ്നാഥ്, ഭാരത സേവാശ്രമത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉൽപ്പൽ മഹാരാജ് എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവർക്ക് പ്രധാന വകുപ്പുകൾ നൽകുമെന്ന വിവരവും ഇപ്പോൾ ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിസിത് പ്രാമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങി മുതിർന്ന നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ വിജയം അത് വലിയ നേട്ടമാണ്. കാരണം 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ബി.ജെ.പി. വരുന്നത്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടോളം CPM ഭരിച്ച പശ്ചിമ ബംഗാൾ, അവിടെ ഒരുപക്ഷെ ബി.ജെ.പി. എപ്പോഴെങ്കിലും അധികാരത്തിലെത്തുമോ എന്ന തരത്തിലുള്ള ഒക്കെ സംശയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ വലിയ തേരോട്ടം നടത്തിയിരിക്കുന്നത്. എൽദോ, ബി.ജെ.പിയുടെ ചരിത്ര ദിനമാണ് ബംഗാളിൽ നിന്ന്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതൊരു വൻ സംഭവമാക്കി മാറ്റും ബി.ജെ.പി. എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗാളിലേക്ക്, കൊൽക്കത്തയിലേക്ക് എത്തുകയാണ്. വി വിനോദാണ് ചേർന്നത്.